Hi guys, welcome back. We have Toyota iCross in a kidilan modification video. ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെ കാണിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തായാലും ഇതിന്റെ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട് ഗ്രില്ല് ചെയ്യുന്നുണ്ട് നമ്മൾ. അതും ടൊയോട്ടയുടെ ബാഡ്ജിങ് ഒക്കെ ആയിട്ടുള്ള നമ്മൾ ഐക്രോസ് എടുക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഫ്രണ്ട് ഗ്രില്ല്. ഒരു സ്കൂട്ടി ടൈപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ടൊയോട്ടയുടെ ബാഡ്ജിങ് ഒക്കെ വരുമ്പോൾ തന്നെ ഒരു രസം തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ഫോഗ്രാമും DRലും ചെയ്യുന്നുണ്ട്. DRൽ യെല്ലോ അടക്കം വരുന്നുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ മാട്രിക്സ് അടക്കം വരുന്ന ഒരു ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഫോഗ് ലാമ്പ് ചെയ്യുന്നുണ്ട്. ഫോഗ് ലാമ്പ് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് അല്ല, ഈ ഐക്രോസിനായിട്ട് വരുന്ന ഒരു ഫോഗ് ലാമ്പാണ് ഈ ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹോൺ ചെയ്യുന്നുണ്ട്. പ്രീമിയം ടൈപ്പ് നമ്മുടെ ഹെല്ലയുടെ ഹോൺ. അതിനാണ് ഇപ്പൊ ഉള്ളതിലും വെച്ചിട്ട് റീപ്ലേസ്മെന്റ് ആക്കി കിട്ടുന്ന ഒരു ഹോണാണ് എല്ലയുടെ ആ ഒരു പ്രീമിയം ടൈപ്പ് ഹോൺ കേട്ടോ. 2 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് ആണ് ആ ഒരു ഹോൺ വന്നിട്ടുള്ളത്. പിന്നെ ഇന്റീരിയർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ സീറ്റ് കവേഴ്സ് ചെയ്യുന്നുണ്ട്. മുമ്പത്തെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഡോർ പേഡും ഡാഷ്ബോർഡൊക്കെ നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വണ്ടി അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. ഈ ഒരു വണ്ടിക്ക് നമ്മൾ സീറ്റ് കവേഴ്സ് ഇടണം കേട്ടോ. ഇപ്പോൾ 3 ടൈപ്പിൽ നമുക്ക് സീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് സീറ്റ് മോഡിഫിക്കേഷൻ, ടൈ സപ്പോർട്ടും വിങ്സും ഷോൾഡറൊക്കെ ആഡ് ചെയ്തിട്ട് കുഷനൊക്കെ കയറ്റിയിട്ട് നമുക്ക് സ്കിൻ ഫിറ്റോടെ അടിക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറെ ടൈപ്പ് കമ്പനി സീറ്റിന്റെ ആ ഒരു റെക്സിന് എടുത്ത് കളഞ്ഞിട്ട് സ്കിൻ ഫിറ്റ് ആയിട്ട് കറക്റ്റ് മോഡിഫിക്കേഷൻ ചെയ്യാണ്ട് അതിന്റെ ആ ഒരു ഫോമിൽ തന്നെ നമ്മൾ കറക്റ്റ് സ്കിൻ ഫിറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറും അതേപോലെ തന്നെ ഡിസൈനിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോ ചെയ്യണത് കമ്പനി വന്ന ആ ഒരു സീറ്റിന്റെ ആ ഒരു റെക്സിന്റെ മേളിൽ തന്നെ കവർ ടൈപ്പ് നമ്മൾ ഇടുന്ന ടൈപ്പാണ്. ഫിറ്റ്മെന്റ് ഒക്കെ സൂപ്പർ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയിൽ കാണാൻ പറ്റും. ഒപ്പം തന്നെ നമ്മൾ ഇതിന്റെ 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വണ്ടിയിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ടൈപ്പ് 9 ഇഞ്ച് അല്ല ആഡ് ചെയ്യണത് കേട്ടോ. ഈ ഒരു വണ്ടിയിൽ ബെൻസ് ടൈപ്പ് സ്റ്റീരിയോ ആഡ് ചെയ്യണത്. അത് സ്മാർട്ട് ഓഡിയോയിലാണ് ആ ഒരു സ്റ്റീരിയോ അതിനൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ നോർമലായിട്ട് ചെയ്യണതിനെക്കാട്ടും ഇത്തിരി കൂടി റിയലിസ്റ്റിക് ആയിട്ട് നമ്മളെ ഡയമണ്ട് ഡൂക്കിലൊക്കെ വരുന്ന ആ ഒരു ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റീരിയോയിൽ കിട്ടും. ഇത് റേറ്റ് കൂടുതലാണ്. പിന്നെ 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റി അല്ല ഇങ്ങനത്തെ പ്രീമിയം സ്റ്റീരിയോസിൽ വരിക കേട്ടോ. സർവീസ് വാറന്റി ആണ്. നമ്മളെ സോണിയും പൈനറൊക്കെ പോലെ തന്നെയാണ് സർവീസ് വാറന്റി ആണ് ഇതേപോലത്തെ സ്റ്റീരിയോയിലൊക്കെ വരുന്നത്. അപ്പോൾ ആപ്പിൾ കാർപ്ലേ അങ്ങോട്ടൊക്കെ വയർലെസ് ആയിട്ട് കിട്ടുന്ന സ്റ്റീരിയോ ആണ്. 2x32 ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ 4x64 6x128 കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് അവൈലബിൾ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൽ റീപ്ലേസ്മെന്റ് അല്ല, സർവീസ് വാറന്റി ആണ് ഇതിൽ വരിക. അപ്പൊ ഇതിൽ 4 കമ്പനി സ്പീക്കേഴ്സ് വന്നിട്ടുണ്ട്. അതിന്റെ ഫ്രണ്ട് ഡോറിലെ സ്പീക്കേഴ്സ് നമ്മൾ മാറിയിട്ട് ഇൻഫിനിറ്റി റഫറൻസ് സീരീസിന്റെ കോമൺ സ്പീക്കേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. 2-way സ്പീക്കേഴ്സ് ഇട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട്. ബാക്ക് സൈഡും വേണമെങ്കിൽ നമുക്ക് കോആക്സിയൽ സ്പീക്കേഴ്സ് ആഡ് ചെയ്യാം, വേണമെങ്കിൽ കോമ്പോണന്റ് ആഡ് ചെയ്യാം. ഇനിയിപ്പോ ആംബ് ബൂസ്റ്റ് ചെയ്തിട്ട് ഇത്തിരി കൂടി പവർഫുൾ ആക്കി എടുക്കാം നല്ല ക്ലാരിറ്റിയിൽ കേട്ടോ. അപ്പോൾ പിന്നെ അണ്ടർ സീ സബ് വൂഫർ വെക്കുന്നുണ്ട്. കാരണം സ്പീക്കേഴ്സിൽ എത്രത്തോളം ബാസ് എഫക്റ്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അണ്ടർ സീ സബ് വൂഫർ കൂടി ഇടുന്നുണ്ട്. നല്ലൊരു ബ്രാൻഡിലുള്ള സംഭവമാണ്. അത്യാവശ്യം റേറ്റും കുറവാണ്. നല്ല ബാസ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം നമ്മൾ ആഡ് ചെയ്യണത്. പിന്നെ ഒപ്പം തന്നെ വയറിംഗ് കിറ്റും സ്കോഷിന്റെ വയറിംഗ് കിറ്റ് ഇടുന്നത്. കുറഞ്ഞ വയറിംഗ് കിറ്റ് ഒരിക്കലും ഇടരുത്. 2-3 മാസം കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ കട്ടാവും. അതേപോലെ തന്നെ നമ്മളെ സ്റ്റീരിയോയ്ക്കും വളരെ കംപ്ലൈന്റ് വരും. കമ്പനി വയറിങ്ങിനും കംപ്ലൈന്റ് വരും. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള കമ്പനി വയറിംഗ് ആയിട്ട് ടച്ച് വരുത്താനാണ് ഈ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പോണത്. പിന്നെ ലാസ്റ്റത്തെ വർക്കാണ് നമ്മളെ ആംബിയൻസ് ലൈറ്റ് ആണ്. 4 ഡോറിലും അതേപോലെ തന്നെ ഡാഷ്ബോർഡിലൊക്കെ ആംബിയൻസ് ലൈറ്റ് ആഡ് ചെയ്യേണ്ട ഒരുപാടധികം മോഡുകളുണ്ട്. നമുക്ക് ഐഫോണിലായാലും ആൻഡ്രോയിഡ് ആയാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലും കൺട്രോൾ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡാഷ്ബോർഡിന്റെ താഴെ ഒരു സ്വിച്ച് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലും ഈ ഒരു സംഭവം കൺട്രോൾ ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള വർക്കാണ് നിങ്ങൾ കാണാനായിട്ട് പോണത്. അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ പറ്റുകയാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ എന്തായാലും ഇതേപോലെ ഐക്രോസ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും വീഡിയോയ്ക്ക് കേട്ടോ. Control the air you breathe. Worship me, worship me. My forgiveness sets you free. Worship me. I control